പക്ഷേ ഈ വോട്ട് ചേർക്കൽ വലിയ ചർച്ചയാണ് രാജ്യമൊട്ടൊക്കെ. പക്ഷേ നമ്മളെ കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ 11 വോട്ട് ചേർക്കുക, ഞാൻ അറിയുന്നേ ഇല്ല. ആ വോട്ടെല്ലാം ബോൾ ചെയ്ത് പോവുകയും ചെയ്തു. പിന്നീട് ഇത് വാർത്തയാകുന്ന സമയത്താണ് ഇത് ചേർക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാണെങ്കിലും വോട്ടർ പട്ടിക വളരെ നേരത്തെ കിട്ടുമല്ലോ. വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ വോട്ട് ചേർക്കലും ആനന്ദ വെട്ടിമാറ്റലും ഇല്ലല്ലോ. വോട്ടർ പട്ടിക ചേർത്ത് കഴിയുമ്പം ഓരോ സ്ഥലത്തെയും ബൂത്ത് ഏജന്റുമാർക്ക് കൃത്യമായിട്ട് ഒരു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, കൃത്യമായിട്ട് അവിടെ ഈ ഇലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വീടുകൾ കേന്ദ്രീകരിച്ച് അവർ വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ഒരു വീട്ടിൽ 10 വോട്ട് അനധികൃതമായിട്ട് ചേർത്തിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടാവുക. അതല്ല അതിനകത്ത് വസ്തുത. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇവര് മുമ്പൊക്കെ ഉണ്ടല്ലോ, ഒരു വീടിന്റെ നമ്പറും ഗൃഹനാഥന്റെ പേരും എഴുതിയിട്ട് ആ വീട്ടിലെ മുഴുവൻ വോട്ടർമാരുടെ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, ആ സ്ലിപ്പുമായിട്ട് വീടുകളിൽ പോകും. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് അതാണ്. ആ വർക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുമ്പോൾ നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവും. ഈ വോട്ടിൽ എത്ര എണ്ണം, കണക്കാണ് പിന്നെ ബൂത്ത് കമ്മിറ്റി പാർട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ തെറ്റൂല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ പാർട്ടികളുടെയും ബൂത്ത് കമ്മിറ്റിയുടെ കണക്ക് തെറ്റുന്നുണ്ട്. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന ഇലക്ഷൻ നിലമ്പൂരാണല്ലോ. നിലമ്പൂരിൽ എല്ലാ കൂട്ടിക്കിഴിക്കലും കഴിച്ചിട്ട് ഇടതുപക്ഷം പറഞ്ഞ എന്താ, 1800 വോട്ടിന് സംതിങ് ഓർക്കുന്നു. ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിരുന്നു കണക്ക്, 1800 വോട്ടിന് എം സ്വരാജ് ജയിച്ചിരിക്കും. എവിടുത്തെ കണക്ക് അത് ആലോചിച്ചു പോകും. അപ്പൊ കണക്ക് തെറ്റുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഗ്രാസ് റൂട്ട് ലെവലിൽ മനുഷ്യരുടെ മനസ്സ് വായിക്കാനുള്ള ശേഷിയും ഭാഷയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടപ്പെടുന്നു. ഒന്ന്. നമ്പർ 2, ഇലക്ഷനീറിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ്, ഇപ്പോൾ വിജേഷ് പറഞ്ഞ ഈ സംഗതി നടക്കുന്നില്ല വീടുകളിൽ. ആകെ നടക്കുന്നത് ഷോ വർക്കുകളാണ്. എന്ന് വെച്ചാൽ റോഡ് ഷോ, റെയിൽ ഷോ, ഈ പറഞ്ഞ ഷോ, അതുപോലെ മീഡിയ ഷോ, സോഷ്യൽ മീഡിയ, ഈ പറഞ്ഞ സാധനങ്ങൾ, എന്തായാലും പറയാ, മറ്റേ ക്യാപ്സ്യൂൾസ്, ഈ വർക്കല്ലാതെ നമ്മുടെ യഥാർത്ഥത്തിൽ നടക്കേണ്ട വർക്ക് നടക്കുന്നില്ല. അതാണ് ഒരു അപകടം. രണ്ടാമത്തേത്, ഞാൻ ഈ ഇലക്ഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മനസ്സിലാക്കിയ ആദ്യത്തെ കാര്യം, യജമാനൻ ജനമാണെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിൽ ഒരു ജന്മിയുണ്ട്. അത് ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ആരാണ് ജന്മി? പൊളിറ്റിക്കൽ ജന്മി എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ വളർന്ന കാലത്ത്, വോട്ട് ചെയ്യുന്ന കാലം തൊട്ടേ കാണുന്നത്, മലപ്പുറം ജില്ല ആയതുകൊണ്ട് മലപ്പുറത്ത് മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ബൂത്തുകളിൽ മുസ്ലിം ലീഗ് അല്ലാത്തൊരു ഏജന്റ് ഉണ്ടാവില്ല. വളരെ സമീപകാലത്താണ് മാറ്റം വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏത് വോട്ടും, മരിച്ച വോട്ടും പിറക്കാത്ത വോട്ടും ഒക്കെ ഒരു ലിസ്റ്റിൽ ഒരാളുടെ പേര് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നു, ചെയ്യുന്നു. പിന്നെ വോട്ട് ചേർക്കുന്ന ആരാ? ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ പ്രമാണി റേഷൻ ഷാപ്പ് നടത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും, അവരായിരിക്കും ബൂത്ത് ഏജന്റുമാരുമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയയാണ് ഈ കള്ളവോട്ട് ചേർക്കൽ. അപ്പോൾ കള്ളവോട്ട് ചേർക്കുമ്പോൾ അത് കണ്ടെത്താൻ കഴിയുമായിരുന്നു പണ്ട്. ഈ പ്രോസസ്സ് ഇപ്പോൾ ഒരു കാരണവശാലും അത് അറിയില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. ഇപ്പോൾ എന്താണ് ഭാരത്, എന്താ സുരേഷ് ഗോപി താമസിച്ച വീടല്ല, വാടക വീടിന്റെ പേര് ഭാരത് ഹെറിറ്റേജ് എന്നതാണ്. ഒരു ടൂറിസ്റ്റ് ഇതാണത്, ടൂറിസ്റ്റ് ഹോമാണത്. അവിടെ എങ്ങനെ 11 വോട്ട് ചേർക്കുക? അപ്പൊ അങ്ങനെ വോട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വോട്ടർ പട്ടിക പഠിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് രാഷ്ട്രീയ. ഓർമ്മയുണ്ടത്? എല്ലാ രാഷ്ട്രീയ പാർട്ടി വലിയ ദിവസങ്ങളോളം എടുക്കുന്ന കോഴ്സ് പോലെയാണത്. കുത്തിയിരുന്ന് വോട്ടർ പട്ടിക പഠിച്ചിട്ടാണ് ഇവര് സ്ലിപ്പ് എഴുതുക. എന്നിട്ട് ആ സ്ലിപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഇന്ന വീട്ടിൽ ഇത്ര വോട്ട് എന്നുള്ള കണക്കുണ്ടാവും. ആർക്കൊക്കെ വോട്ട് ചെയ്യും, ഒരു അമ്മയുടെ മക്കള് 3 മക്കള് ആർക്കൊക്കെ വോട്ട് ചെയ്യുന്നതിന്റെ കണക്കുണ്ടാവും. അതിന്റെ ടാലി ഷീറ്റാണ് ഇവർ ഈ ബൂത്ത് കണക്ക് കൊടുക്കുക. അപ്പോ ഇതൊന്നും അതൊന്നും നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. BJPക്ക് അറിയാം കോൺഗ്രസ്സുകാരെ നോക്കാൻ പോകുന്നില്ല എന്ന്. കോൺഗ്രസ്സുകാർക്ക് ആ പ്രോസസ്സ് ഇല്ലാതായിട്ട് കുറെ കാലമായി എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് BJPക്ക് ഇഷ്ടം പോലെ വോട്ട് ചേർക്കാൻ പറ്റുന്നത്. ഇതേ പണി കോൺഗ്രസ് ചെയ്യുന്നുണ്ടാവും, അത് BJPക്കാരും കണ്ടുപിടിക്കുന്നുണ്ടാവില്ല. എന്നിട്ടിപ്പോ BJPയുടെ ആണെന്ന് തോന്നുന്നു, സുരേന്ദ്രനാണെന്ന് തോന്നുന്നു ഇന്നലെ പറഞ്ഞത്, നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെ എന്ന്. യാതൊരു സംശയമില്ല. അതായത് അതിന്റെ അർത്ഥം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ അവർ ചെയ്യേണ്ട പണി ചെയ്യാനാവില്ലെങ്കിൽ പോയി തൂങ്ങി ചാവണമെന്ന് തന്നെ പറയേണ്ടത്. ഇപ്പൊ അർത്ഥമല്ലേ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസും CPIയും രണ്ടുപേരുമാണല്ലോ മത്സരിച്ചത്.
രണ്ടു കൂട്ടരും ഇറങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി കള്ളവോട്ട് ചേർത്തേന്ന്. എന്തായിരുന്നു ഇവർക്ക് ഇന്നലെ വരെ പണി? നോക്കേണ്ട നേരത്തെ എന്തായിരുന്നു പണി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കള്ളവോട്ട് ചേർക്കാൻ പാടുണ്ടോ? പാടില്ല. കള്ളവോട്ട് ചേർത്താൽ ആരാണ് കണ്ടെത്തേണ്ടത്? ഈ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ പണിയാണത്. അവരെ ചെയ്യുന്നില്ല. പ്രധാനമായിട്ടും ഒരാളുടെ ഇപ്പൊ എന്റെ വോട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അവിടുത്തെ വോട്ട് ആദ്യം തള്ളണം. തള്ളിയതിന്റെ പേപ്പർ കൂടെ കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്നുള്ളൊരു ഡോക്യുമെന്റും കൂടെ കൊണ്ടേ കൊടുക്കണം. അങ്ങനെയാണ് ഒരു വോട്ട് ചേർക്കുന്ന ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്നത്. പക്ഷെ അതിൽ പോലും മായം ചേർക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് വോട്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ വോട്ട് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ പകല് വന്നു കഴിഞ്ഞാൽ ആരുമില്ല, വൈകുന്നേരമാണ് വരിക. വൈകുന്നേരം ആരെങ്കിലും വീട് കയറാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ കൃത്യമായിട്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് വോട്ട് ചേർത്തത്. ബുദ്ധിപരമായ നീക്കമാണ്. ബുദ്ധിപരമാണ്. അല്ല, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോ സുരേഷ് ഗോപി ആയാലും BJP എന്ന രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും തൃശ്ശൂരിൽ കാണിച്ചത് ഏറ്റവും നല്ല രാഷ്ട്രീയ പാഠമാണ്. സത്യമാണ്. ഞങ്ങൾ മാഷന്മാര് ചെയ്യുന്നൊരു പണി അതാണ്. ചിലതിന് നല്ല ഡോസ് കൊടുത്താലേ, അടി കൊടുത്താലേ പഠിക്കുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെയാണത്. നല്ല അടിയാണത്. അതെന്താന്ന് വെച്ചാൽ പൊതുവെ ഇവർ തമ്മിലുള്ള ഒരു ധാരണയുണ്ടല്ലോ. രാഷ്ട്രീയക്കാർക്ക് മൊത്തത്തിൽ വന്ന ഒരു സ്വഭാവ മാറ്റമുണ്ട്. കണ്ടിട്ടുണ്ടത് യൂണിഫോമാണ്. ഇവർക്ക് വേഷം യൂണിഫോം ആയിരിക്കും. ഇവർ ഒരേ കാറിലാണ് സഞ്ചരിക്കുക. ഒരേ കാർ മീൻസ് ഒരേ ബ്രാൻഡ് കാറാണ് വാങ്ങിക്കുക. ഈവൻ ഒരേ ഡൈ ആണ് ഉപയോഗിക്കുക. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. അപ്പോൾ ഒരേ യൂണിഫോം ഷർട്ട്. ഇങ്ങനെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരു കരിയറായി മാറുകയും ആ ജോലിക്ക് ഒരേ യൂണിഫോം ഉണ്ടാവുകയും അവരുടെ രീതിശാസ്ത്രം, ഭാഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, കറക്റ്റ്. എല്ലാ പാർട്ടിക്കാർക്കും ഒരേ ഭാഷയാണല്ലോ. ചാനലിൽ നിന്ന് ഇങ്ങനെ കേട്ടു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വിചാരിക്കാറുണ്ട് ഇവരൊക്കെ കേരളത്തിലെ ഏതോ ഒരേ താലൂക്കിൽ പറഞ്ഞവരാണ്. കാരണം ഇവർക്കൊക്കെ ഒരു ഭാഷയാണ്, ഒറ്റ ഭാഷ. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇത്. അവൻ എൻ്റേത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല, മനഃപൂർവ്വം അല്ലാതിരിക്കാം. അതുകൊണ്ട് തന്നെ അവൻ്റേത് ഞാനും കണ്ടുപിടിക്കാൻ പോകണ്ട എന്ന ധാരണയിലാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വോട്ടർ പട്ടികയിലെ കൃത്രിമം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ്. അത് ഇനിയെങ്കിലും പഠിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായാൽ നല്ലത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക്. അതായത് ഈ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ആധാർ വോട്ടർ ID-യുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം എന്നുള്ളത്. അങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കള്ള വോട്ടോ ഇരട്ട വോട്ടോ ആ സംവിധാനത്തിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. നമ്മൾ റേഷൻ കടയിൽ പോവുകയാണെങ്കിൽ പോലും നമ്മൾ തമ്പ് വെച്ചിട്ട് അരി വാങ്ങിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തി നമ്മൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാത്തത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടും മറ്റെല്ലാ മേഖലയും നമ്മൾ അങ്ങേയറ്റം ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടുന്നില്ല. അതാണ് ഇതിന്റെ തമാശ. അതാണ് ഈ നെക്സസ് എന്ന് പറയുന്നത്. ഈ കള്ളത്തരം കാണിക്കുക എന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നാവുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ ചോദിച്ച ചോദ്യം ഇവർ തിരിച്ചും ചോദിച്ചോട്ടെ വേണമെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ. നിങ്ങൾക്കും തൂങ്ങിച്ചത്തൂടെ എന്ന് തിരിച്ചു ചോദിക്കാവുന്നതാണ് എല്ലായിടത്തും. അപ്പൊ എനിക്ക് തോന്നുന്നു BJP അത് ചോദിക്കുമ്പോൾ അതിനൊരു വേറെ അർത്ഥം കൂടിയുണ്ട്. BJP ഈ ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ ഒഴികെ മറ്റ് 19 മണ്ഡലങ്ങളിൽ ഇവര് രണ്ടു കൂട്ടരുടെയും കുറ്റം കണ്ടുപിടിക്കേണ്ടവരും കൂടിയാണല്ലോ. അവരും അവരുടെ പണി ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതും കൂടി അതിന് കൂടെ ഓർക്കണം. എന്തായാലും ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഒരു നല്ല ഡോസായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നല്ല പാഠമായിട്ടും നല്ല ഷോക്കായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഇലക്ഷനിലെങ്കിലും ആ ജാഗ്രത പാലിച്ചാൽ നല്ലതാണ്. അവർ തന്നെയാണ് ചെയ്യേണ്ടത്, സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് വേണ്ട, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ക്ലിയറായും ഫെയറായും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അവരുടെ വോട്ട് അവർ ചെല്ലുന്നതിന് മുമ്പ് ആരും ചെയ്തു പോകാൻ പാടില്ല. അവരുടെ വോട്ട് അവർ മരിച്ചു പോയിട്ട് ആരും ചെയ്യാനും പാടില്ല. ഇതാണല്ലോ ഇപ്പോൾ ഈ കൃത്രിമം എന്ന് പറയുന്ന സാധനം. ഞാൻ ജീവിച്ചിരിക്കുമെന്ന കാലത്തോളം വോട്ട് ഉണ്ടാവുകയും ഞാൻ മരിച്ചു എന്നത് ഞാൻ അറിയുന്നതിന് മുമ്പേ രാഷ്ട്രീയ പാർട്ടികൾ അറിയുകയും അവർ ഇലക്ഷൻ കമ്മീഷന് നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സഹായ സംഘമാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവരാ പണി ചെയ്യാതിരുന്നാൽ പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അവരില്ലാതിരിക്കുന്നതാണ് നല്ലത്.